നിയമന തട്ടിപ്പ് വിവാദങ്ങൾക്കിടെ PSC യോഗം ഇന്ന് ചേരും. ആസൂത്രണ ബോർഡ് നിയമന ക്രമക്കേടിലെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം ചെയർമാൻ അട്ടിമറിച്ചുവെന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ പകരം പോലീസ് അന്വേഷണം വേണമെന്ന ആവശ്യം അംഗങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടേക്കും. അപർണ കേസ് ചേർന്ന വിവരങ്ങളുമായി. അപർണ, ഏതായാലും ഇന്ന് PSCയുടെ യോഗം ചേരുകയാണ്. ഈ നിയമന തട്ടിപ്പുമായി ഉയരുന്ന വിവാദങ്ങൾക്കിടെയാണ് ഇന്ന് യോഗം ചേരുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ആസൂത്രിത ബോർഡിലേക്കുള്ള നിയമന തട്ടിപ്പ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനിടയിലാണ് ചെയർമാൻ നിയമന തട്ടിപ്പിൽ അന്വേഷണം അട്ടിമറിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉണ്ടാവുന്നത്. ഇതിനിടയിലാണ് ഇന്ന് നിർണായകമായ PSCയുടെ യോഗം ചേരുക. ഒരു വിഭാഗം അംഗങ്ങൾ ചെയർമാനെതിരെ ഇന്ന് പരസ്യമായി തന്നെ രംഗത്തെത്താനാണ് സാധ്യത. കഴിഞ്ഞ യോഗത്തിൽ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അംഗങ്ങൾ ആഭ്യന്തര വിജിലൻസ് SP കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ ആ തീരുമാനം ചെയർമാൻ അട്ടിമറിക്കുകയായിരുന്നു. അതായത് PSC കൺട്രോളറെ കൊണ്ട് അന്വേഷണം നടത്താനുള്ള നീക്കങ്ങൾ നടത്തി എന്നതുമാണ് പ്രധാനമായി ഉയരുന്ന ആരോപണം. ഇന്നത്തെ യോഗത്തിൽ പോലീസ് അന്വേഷണം വേണമെന്ന കാര്യത്തിൽ അംഗങ്ങൾ ഉറച്ച നിലപാട് അറിയിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഇത്തരത്തിൽ യോഗം ചേർന്നതും ആസൂത്രിത ബോർഡിലെ ഉന്നതമായ 3 തസ്തികകളിലേക്കുള്ള നിയമന തട്ടിപ്പ് അന്വേഷിക്കുന്നതുമായുള്ള തീരുമാനം എടുത്തത്. അന്ന് ചെയർമാൻ അംഗങ്ങളോട് ആഭ്യന്തര വിജിലൻസ് SP കൊണ്ട് അന്വേഷിപ്പിക്കും എന്ന ഒരു വാക്ക് നൽകിയിരുന്നു. പിന്നീട് ചെയർമാൻ ആ തീരുമാനം തിരുത്തുകയും ഇത്തരത്തിൽ PSC കൺട്രോളറെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തുകയായിരുന്നു. ഇതിനെതിരെ വളരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ചെയർമാൻ MR ബൈജുവിന്റെ നിലവിലെ വാദം എന്ന് പറയുന്നത് വിജിലൻസ് കൺട്രോളർ എന്ന ഒരു പദവി കൂടി ഇത്തരത്തിൽ ഈ PSC കൺട്രോളർക്കുണ്ട്. അതിനാൽ ഇത് ഇത്തരത്തിലുള്ള ഈ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. എന്നാൽ അത് ജീവനക്കാർക്കിടയിൽ വലിയ തരത്തിലുള്ള ഒരു എതിർപ്പിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. കാരണം അത് ജീവനക്കാർക്കിടയിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു അധികാരമാണ്. അതിങ്ങനെ പുറത്തേക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ ഈ PSC കൺട്രോളർക്ക് സാധിക്കുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. എന്തായാലും ഒരു വലിയ തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. അത് 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താതെയാണ് ഈ 3 തസ്തികകളിലേക്കുമുള്ള നിയമനം നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായി 1ാം റാങ്ക് ലഭിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന ഒരു ഇടത് നേതാവാണ്. അതുകൂടി കണക്കിലെടുത്ത് അതുകൂടി ഒരു വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇതോടെ ഒരു പരീക്ഷാ കൺട്രോളറെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ കഴിയുമോ എന്നൊരു സംശയം PSCക്ക് തന്നെ ഉണ്ട്. എന്തായാലും ഇന്നത്തെ യോഗത്തിലെ 0 ഓവറിൽ തന്നെ അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SP കൊണ്ട് അന്വേഷിപ്പിക്കും എന്ന നിലപാട് യോഗത്തിൽ ചെയർമാൻ വെക്കാനാണ് സാധ്യതയുള്ളത്. എന്തായാലും സർക്കാർ അതീവ സൂക്ഷ്മമായി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നോക്കി കാണുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു നിലപാട് ഉണ്ടാവുന്നതായിരിക്കും. എന്തായാലും യുവജനക്ഷേമ മന്ത്രി OG ജനീഷ് ഇത് സംബന്ധിച്ച ഫയലുകളെല്ലാം മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ഏതായാലും ബുധനാഴ്ച തന്നെ ഈ വിജിലൻസ് അന്വേഷണമോ അല്ലെങ്കിൽ IG തലത്തിലുള്ള അന്വേഷണമോ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടത്തണമെന്ന തീരുമാനം സർക്കാർ അറിയിക്കാനുള്ള സാധ്യതയും കൂടി എന്തായാലും ഉണ്ട്. എന്തായാലും വലിയ വിവാദങ്ങൾക്കിടയിലാണ് ഇന്നത്തെ PSC യോഗം ചേരുന്നത്. ഇന്നത്തെ യോഗം വളരെയേറെ നിർണായകമായിരിക്കും. ഇതിനിടയിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് PSC ആസ്ഥാനത്തേക്ക് ഇന്ന് മാർച്ച് നടത്തുന്നുണ്ടാവും. എന്തായാലും ഈ പ്രതിഷേധം വലിയ സംഘർഷങ്ങൾക്കിടയാക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും ഇന്നത്തെ യോഗം വളരെയേറെ നിർണായകമായിരിക്കും ദീപ്തി. അപർണ, അതുപോലെ തന്നെ നമുക്കറിയാം ഈ ക്രമക്കേട് അന്വേഷിക്കാനുള്ള ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം അട്ടിമറിച്ചു എന്ന ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഒരു ശുപാർശ ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ്. സമഗ്രമായ ഒരു അന്വേഷണം ഈ ഒരു കേസിൽ വേണം, ഈ ഒരു സംഭവത്തിൽ വേണം എന്നത് ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് എന്തായാലും ഈ ആസൂത്രിത ബോർഡിലേക്കുള്ള നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം തന്നെ വേണമെന്ന ഉറച്ച നിലപാടിലാണ് ബാക്കി ഉള്ള ഉദ്യോഗസ്ഥരൊക്കെ എന്ന് പറയുന്നത്. അതായത് ഇത് PSC കൺട്രോളറെ കൊണ്ടോ അല്ലെങ്കിൽ പരീക്ഷ കൺട്രോളറെ കൊണ്ടോ മാത്രം അന്വേഷിപ്പിക്കേണ്ട ഒരു വസ്തുതയല്ല. ഇത് വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. പ്രധാനമായും 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താതെയാണ് ഈ നിയമനം നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണം വേണം, ഒരു സുതാര്യമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് മറ്റംഗങ്ങൾക്കുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം എന്ന കാര്യത്തിൽ അംഗങ്ങൾ ഉറച്ചു നിൽക്കും. ഇത് സർക്കാരിന്റെ കൂടി നിലപാട് അറിഞ്ഞതിനു ശേഷം വ്യക്തമായ ഒരു നിലപാട് അംഗങ്ങൾ കൂടി അറിയിക്കും. ചെയർമാൻ ഇത് വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെ നയിക്കാനാണ് സാധ്യത. എന്തായാലും ചെയർമാൻ ഇന്നത്തെ 0 ഓവറിൽ തന്നെ അംഗങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു വിജിലൻസ് അന്വേഷണത്തിന് സാധ്യത ഉറപ്പുവരുത്താനാണ് സാധ്യതയുള്ളത്. എന്തായാലും ഇന്നത്തെ യോഗത്തിന് ശേഷമായിരിക്കും മറ്റു വിവരങ്ങൾ പുറത്തെത്തുക.
ശരി, എന്തായാലും നിയമന തട്ടിപ്പിൽ വിവാദങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യത്തിലാണ് PSCയുടെ യോഗം ഇന്ന് ചേരുന്നത്. നിർണായകമായ യോഗമാണ് ഇന്ന് ചേരുന്നത്. ആസൂത്രണ ബോർഡ് നിയമന ക്രമക്കേടിലെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം ചെയർമാൻ അട്ടിമറിച്ചു എന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ പകരം പോലീസ് അന്വേഷണം വേണമെന്ന ആവശ്യം അംഗങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെടാനുള്ള സാഹചര്യമാണുള്ളത്. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.